നമസ്കാരം. ഈ മിനിറ്റിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 ആർമി റിക്രൂട്ട്മെന്റ് റാലി എഴുത്തു പരീക്ഷ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ സോൾജിയർ GD പോസ്റ്റുകളിലേക്കുള്ള എഴുത്തു പരീക്ഷകൾ പൂർത്തിയായി കഴിഞ്ഞു. ഇലക്ഷന്റെ ഒരു ചെറിയ ഗ്യാപ്പ് വന്നു. ഇനി വീണ്ടും തിങ്കളാഴ്ച മുതൽ ട്രേഡ്സ്മാൻ, വുമൺ മിലിറ്ററി പോലീസ്, ടെക്നിക്കൽ, ക്ലർക്ക്, 3-ാം തീയതിയോടുകൂടി നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നിവയിലും കൂടെ എഴുത്തു പരീക്ഷകൾ പൂർത്തിയാവാറുണ്ട്. ഈ എഴുത്തു പരീക്ഷകളെല്ലാം പൂർത്തിയാക്കുമ്പോഴേക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതുവരെ എഴുത്തു പരീക്ഷ എഴുതിയവർക്കും ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. എത്രയായിരിക്കും കട്ട് ഓഫ് മാർക്ക്? അപ്പൊ നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത് ആർമി റിക്രൂട്ട്മെന്റ് റാലി 2024 കട്ട് ഓഫ് മാർക്ക് എത്രയായിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ റിസൾട്ട് എപ്പോൾ ഔട്ട് വരും, റിസൾട്ട് വന്നാൽ കട്ട് ഓഫ് മാർക്ക് ക്രോസ് ചെയ്തവർക്ക് ഫിസിക്കൽ എപ്പോൾ നടക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള വിലയിരുത്തൽ. അപ്പൊ എല്ലാ മക്കൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും ഈ കാര്യങ്ങളെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുക. അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായി വിജയിക്കാൻ കഴിയുള്ളൂ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുന്നു. മക്കളെ, അപ്പം നിങ്ങൾ നോക്കുക, 2024 അഗ്നിവീർ റിസൾട്ടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് 2023 അഗ്നിവീറിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് ആദ്യം 2023 റാലിയെ കുറിച്ച്, റാലിയുടെ അപേക്ഷ വന്നത് അപ്ലൈ അന്ന് 2023 വന്നത് 16/2/2023 16/2/2023. അപ്പൊ 2024 എത്തുമ്പോൾ അതിന്റെ അപേക്ഷ നമുക്ക് വന്നത് 2024 വരുമ്പോ നമുക്ക് വന്നത് 13/2/2024. 3 ദിവസത്തെ മാത്രം വ്യത്യാസമേ വന്നുള്ളൂ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വന്നിരുന്നത് 20/3/2023 ആയിരുന്നു. 20/3/2023. തീർച്ചയായും മാത്രമല്ല 2-ാം മാസത്തിലായിരുന്നു, ഇത് 3-ാം മാസത്തിലാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇത്തവണ വന്നതോ 22/3/2024. അതിനുശേഷം നമ്മുടെ എക്സാം നടന്ന സമയം ഓർത്ത് വെച്ച എക്സാമിന്റെ സമയം, എക്സാം നടന്നത് എപ്പോഴാണ്? 2023 17/4/2023. 17/4/2023 മുതൽ എക്സാം നടന്നു. 2024 എക്സാം നമ്മളത് തുടങ്ങിയത് നമുക്കറിയാം 22/4 മുതൽ 22/4/2024 മുതൽ നടന്നു. നോക്കൂ, ഇവിടെ 17 ആയിരുന്നു, ഇവിടെ 22 ആയിരുന്നു. ചെറിയ ദിവസങ്ങളെ മാത്രം വ്യത്യാസം. 2023 നമ്മള് റിസൾട്ട് വന്നത് എപ്പോഴാണ്? 20/5/2023. 20/5/2023 റിസൾട്ട് വന്നത്. അങ്ങനെയാണെങ്കിൽ 2024 റിസൾട്ട് വരേണ്ടത് എപ്പോഴാണ്? നിങ്ങൾ തീർച്ചയായും ആലോചിച്ച് നോക്കിക്കോളൂ. 20-നും ഒരു 30-നും ഏത് മാസമായിരിക്കും? 4-ാം മാസം എന്നുള്ളത് ഇവിടെ 5-ാം മാസം. അതായത് 20-30 മെയ്, അതായത് 5-ാം മാസം 2024 ഈ 20-ാം തീയതിയോ 30-ാം തീയതിക്കോ ഉള്ളിൽ ഈ റിസൾട്ട് നിങ്ങൾക്ക് പുറത്തു വരും. അപ്പൊ നിങ്ങളുടെ ആദ്യത്തെ ആശങ്ക പരിഹരിക്കപ്പെട്ടു. എന്താണ് ആദ്യത്തെ ആശങ്ക? എപ്പോഴായിരിക്കും റിസൾട്ട് പുറത്തു വരിക? അങ്ങനെയാണെങ്കിൽ ഇനി റിസൾട്ട് പുറത്തു വന്നാലുള്ളത് എന്താണ്? അടുത്ത ഘടകമായ ഫിസിക്കൽ ടെസ്റ്റ് ആണ്. ഈ ഫിസിക്കൽ ടെസ്റ്റ് എപ്പോഴുണ്ടാകും? ഇവിടെ ഫിസിക്കൽ ഉണ്ടായിരുന്നത് 13/6/2023 ഏതായിരുന്നു? 13/6/2023. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്തവണത്തെ ഫിസിക്കൽ ഡേറ്റ് വരാൻ സാധ്യതയുള്ളത് മെയ് ആണ്. തൊട്ടടുത്ത മാസം ജൂണിലേക്ക്. ജൂൺ എപ്പോഴത്തേക്ക് വരും? 13/6 ഇവിടെയെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ കണക്കൂട്ടാം. 2nd or 3rd വീക്ക് ഓഫ് ഏതാണ്? ജൂൺ.
ജൂൺ ഏത് മാസം? 2024 തന്നെ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് വീക്ക് തന്നെ നമ്മൾ എന്തുണ്ടാവും? ഫിസിക്കൽ ടെസ്റ്റ് നടക്കും. അപ്പൊ മക്കളെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഇത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ അവലോകനം ചെയ്യുന്നതാണ്. ആ കഴിഞ്ഞ വർഷം ഇതേ പാറ്റേണിലാണ് നടന്നതെങ്കിൽ ഈ വർഷത്തെയും ഇതുവരെയുള്ള അപ്ലിക്കേഷൻ ഡേറ്റ്, ലാസ്റ്റ് ഡേറ്റ്, എക്സാം ഡേറ്റ് ഒന്നിലും മാറ്റം വരാത്തത് കൊണ്ട് സെയിം രീതിയിൽ തന്നെ ആയിരിക്കും നമ്മളുടെ മുന്നോട്ടേക്കുള്ള സെലക്ഷൻ പ്രൊസീജിയർ നടക്കുക. ഓർക്കണം, ഇലക്ഷൻ റിസൾട്ടുകൾ പ്രഖ്യാപിച്ചതിന് ശേഷം പുതിയ മന്ത്രിസഭയോ കാര്യങ്ങളോ വരുന്നതൊന്നും ആർമിയുടെ സെലക്ഷൻ പ്രൊസീജിയറിനെ ബാധിക്കുന്നില്ല. പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർമിയുടെ എഴുത്ത് പരീക്ഷകളൊക്കെ മാറ്റിവെക്കും, PC പരീക്ഷകൾ പോലും മാറ്റിവെച്ചതുകൊണ്ട് ഇത് മാറ്റിവെക്കുമെന്നാണ് പലരും ചിന്തിച്ചത്. ഇപ്പൊ നിങ്ങൾക്ക് ഉറപ്പായല്ലോ, പരീക്ഷകളൊന്നും മാറ്റിവെക്കുന്നത്. ഇലക്ഷനൊക്കെ ആ സമയങ്ങളിൽ നടക്കും. ഇലക്ഷൻ അതാത് സംസ്ഥാനങ്ങളിൽ നടക്കും. ആ ഡേറ്റുകളിൽ പരീക്ഷകൾ ഉണ്ടാവില്ല എന്നുള്ളതേ ഉള്ളൂ. കാരണം 26-ാം തീയതി നമ്മുടെ ഇലക്ഷൻ നടന്നു, 26-ാം തീയതി പരീക്ഷകൾ നടന്നില്ല. 27 പരീക്ഷകൾ നടക്കും, ഇനി 30-ന് പരീക്ഷ നടക്കും, 1-ന് നടക്കും, 2-ന് നടക്കും, 3-ാം തീയതിയോടുകൂടി പരീക്ഷകൾ തീരും. തീർച്ചയായിട്ടും ഇത് സോൾജിയർ ജിഡിയെ പരീക്ഷ എഴുതിയവർക്കും ട്രേഡ്സ്മാനും ടെക്നിക്കലിനും ക്ലർക്കിനും വുമൻസ് മിലിറ്ററി പോലീസിനും അതോടൊപ്പം നഴ്സിംഗ് അസിസ്റ്റന്റിനും ബാധകമാണ്. എന്തെങ്കിലും കാരണവശാൽ അല്പം റിസൾട്ട് അറിയാൻ താമസം നേരിട്ടാൽ അത് നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ക്ലർക്കിന്റെയും മാത്രമായിരിക്കും. തീർച്ചയായിട്ടും അതിന് താമസിക്കാനുള്ള സാധ്യതയില്ല, ഇതോടൊപ്പം തന്നെ വരും. എന്നാൽ താമസം വരുന്നുണ്ടെങ്കിൽ അതിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഈ ഫിസിക്കൽ ഡേറ്റ് നമുക്ക് ഏകദേശം മനസ്സിലായി. അപ്പോൾ മറ്റൊരു ചിന്തയുണ്ടാകും, എത്ര കട്ട് ഓഫ് മാർക്ക് കിട്ടിയാലായിരിക്കും ഞാൻ ഫിസിക്കലിൽ ക്വാളിഫൈഡ് ചെയ്യുക? അവർ ചിന്തയിൽ അവരുടെ മനസ്സിൽ വന്നില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ചിന്ത ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കുക, അഗ്നിവീർ പരീക്ഷയുടെ 2023 എക്സാമിൽ ഓൾമോസ്റ്റ് എല്ലാവരും, അതായത് പാസ്സാവാൻ എത്ര ആർമിയിൽ മാർക്ക് വേണ്ടത്? 100 മാർക്കിന്റെ എക്സാം ആണെങ്കിൽ അതിൽ 35% മാർക്ക് നേടിയിട്ടുള്ള എല്ലാവരെയും കഴിഞ്ഞ തവണ എന്ത് ചെയ്തിരുന്നു? ഫിസിക്കലിന് വിളിച്ചിരുന്നു. ഈ ഫിസിക്കലിന് വിളിക്കുമ്പോൾ നമുക്കറിയാം, ആൺകുട്ടികളാണെങ്കിൽ 1600 മീറ്റർ ഓട്ടമാണ് അവരുടേതുള്ളത്. 5 മിനിറ്റ് 30-നുള്ളിൽ ഫസ്റ്റ് ഗ്രൂപ്പും 5:45-നുള്ളിലാണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പുമാണ്. പിന്നെ 10 പുള്ളപ്പ് അടിക്കാം എന്നുള്ളതാണ് അതിന്റെ കണ്ടീഷൻ. ഇനി അത് വുമൻസ് മിലിറ്ററി പോലീസിനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ 1600 മീറ്റർ തന്നെയാണ് അവർക്കും ഉള്ളത്. എന്നാൽ അവരുടെ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ 7.5 മിനിറ്റ് ഫസ്റ്റ് ഗ്രൂപ്പും 8 മിനിറ്റ് വരെ സെക്കൻഡ് ഗ്രൂപ്പുമാണ് ഇവർക്ക് ലഭിക്കുന്നത്. അതിനുശേഷം ഇവർക്ക് 10 അടി ലോങ് ജമ്പും 3 അടി ഹൈ ജമ്പുമാണുള്ളത്. ഇത് രണ്ടും ക്വാളിഫൈഡ് ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്, പക്ഷെ അതിൽ മാർക്കില്ല. ഇതായിരിക്കും നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റ്. ഈ ഫിസിക്കൽ ടെസ്റ്റ് നമ്മൾക്ക് നമ്മൾ എടുക്കണം. ഇതിന്റെ ഫിസിക്കൽ ടെസ്റ്റ് നമ്മൾ നല്ലപോലെ തയ്യാറെടുത്ത് പോയിട്ടില്ലെങ്കിൽ നമ്മൾ ഇതിന് പാസ്സാവില്ല. അപ്പൊ ഇവിടെ 100-ൽ 35 വാങ്ങുന്ന ആളുകളെ പാസ്സാക്കിയതിന്റെ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ, എഴുത്ത് പരീക്ഷയിൽ ക്വാളിഫൈഡ് ആകുന്ന എല്ലാവരും ഫിസിക്കൽ പാസ്സാവണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ ഫിസിക്കൽ പാസ്സായ കുട്ടികളെ കിട്ടാൻ വേണ്ടിയാണ് കട്ട് ഓഫ് മാർക്ക് ഇവര് താഴേക്ക് വരും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പറയുന്നു മക്കളെ, ഇത്തവണയും നിങ്ങളെ കട്ട് ഓഫ് മാർക്ക് ഓൾമോസ്റ്റ് ഇത് തന്നെ നിങ്ങൾ പിടിച്ചാൽ മതി. അപ്പൊ ആർക്കൊക്കെയാണോ ഈ പരീക്ഷയിൽ 35% മാർക്ക് കിട്ടിയിട്ടുണ്ടോ അവരെല്ലാവരും ഫിസിക്കലിന് വേണ്ടി ഇപ്പോഴേ തയ്യാറെടുത്ത് തുടങ്ങണം. ഈ 35% മാർക്കിന് എന്താ വേണ്ടത്? നിങ്ങളുടെ 20 ക്വസ്റ്റ്യൻ ശരിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 40 മാർക്ക് കിട്ടും. അത് 40% മാർക്കായി. അപ്പൊ ആലോചിച്ച് നോക്കൂ, 35 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെങ്കിൽ നിങ്ങൾ എന്താണ് ഒരു 18 ക്വസ്റ്റ്യൻ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ 36. എത്രയാണ് ശരിയാക്കണം മക്കളെ? 18 ക്വസ്റ്റ്യൻ ശരിയാക്കണം. ഓർക്കണം, ഈ 18 ക്വസ്റ്റ്യൻ ശരിയാക്കിയവർ ഇതിനകത്ത് 5 എണ്ണം മൈനസാ ചെയ്തെങ്കിൽ നടക്കില്ല. അങ്ങനെയുള്ളവർ 20 എണ്ണോ 25 എണ്ണോ ചെയ്തിട്ടുണ്ടാകും. ഒരു മൈനസും ഇല്ലാതെ 18 എണ്ണം ശരിയായിട്ടുള്ളവർക്ക് 36 മാർക്ക് ഉണ്ട്. അപ്പൊ അവര് ഫിസിക്കലിലേക്ക് പോകും. അതിന്റെ അർത്ഥം അല്പസ്വല്പം കഷ്ടപ്പെട്ട് പഠിച്ച് എല്ലാവരും ഫിസിക്കലിലേക്ക് പോകും. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഫിസിക്കൽ നന്നായി പ്രാക്ടീസ്. കാരണം മക്കളെ, ഇതിനകത്ത് ഒരാൾക്ക് 50 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, ആ വ്യക്തിക്ക് കൂടി എത്ര മാർക്ക് കിട്ടുള്ളൂ? 100 മാർക്കേ കിട്ടുള്ളൂ. ആ 100 മാർക്ക് കിട്ടുന്ന കുട്ടി അവിടെ പോയിട്ട് 100 മാർക്ക് കിട്ടുന്ന കുട്ടി അവിടെ പോയിട്ട് ഫിസിക്കലിൽ തോറ്റുപോയാൽ ഉള്ള 5 എടുത്തിട്ടുള്ളൂ, അല്ല റണ്ണിങ്ങിൽ 5:45 ശേഷം വന്നിട്ടുള്ള ആ കുട്ടിയെ സെലക്ഷൻ ചെയ്യുക ഇല്ല, തീർച്ചയായിട്ടും ഡിസ്ക്വാളിഫൈ. അങ്ങനെയുള്ള ആൾ പുറത്തു. ഇനി ഇവിടെ 35 മാർക്ക് വാങ്ങിയ ഒരു കുട്ടി അവിടെ പോയിട്ട് 1600 മീറ്റർ 5:30 ഓടി തീർത്തു, 10 പുള്ളപ്പ് ഓടിച്ചാൽ ഫിസിക്കലിന്റേതായ മാർക്ക് 100 മാർക്കും
ആ കുട്ടിക്ക് ലഭിച്ചു. അപ്പൊ 100+35 135 മാർക്ക്. ഇവിടെ എഴുത്ത് പരീക്ഷയിൽ 100 വാങ്ങിയ കുട്ടിക്ക് അവിടെ പോയിട്ട് അത്രയും മാർക്ക് കിട്ടിയില്ലെങ്കിലോ ആ കുട്ടി തീർച്ചയായിട്ടും ഡിസ്ക്വാളിഫൈ ആവും. അതുകൊണ്ട് 35 മാർക്ക് വാങ്ങിയെന്നോ 40 മാർക്ക് വാങ്ങിയെന്നോ 50 മാർക്ക് വാങ്ങിയെന്നോ മാനദണ്ഡം വേണ്ട. ഫിസിക്കലിൽ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി ശ്രമിക്കണം. കാരണം ഇത്തവണ പ്രത്യേകതയുണ്ട്. ഈ ഫിസിക്കലിൽ കൂടി ജയിച്ചതിന് ശേഷം തീർച്ചയായും അത് കഴിയുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഫിസിക്കൽ ജയിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് കൂടി നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പരീക്ഷ കൂടി നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളുടെ മെഡിക്കൽ പരിശോധനയിലേക്ക് നിങ്ങളെ ഫോർവേഡ് ചെയ്യുകയുള്ളൂ. ആ മെഡിക്കൽ പരിശോധനയിലേക്ക് കൂടി പാസ്സാകുന്ന വ്യക്തികൾക്ക് മാത്രമേ സെലക്ഷനിൽ ഇടം പിടിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എല്ലാ മക്കളോടും പറയാനുള്ള കാര്യങ്ങൾ എന്താണ്? നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കി വെക്കുക, ചൂടുകാലമാണെങ്കിലും പരിശീലനങ്ങൾ നിങ്ങൾ ഇപ്പോഴേ ആരംഭിക്കുക. ശരിയായ രീതിയിൽ നിങ്ങൾ പരിശീലനം ഇപ്പോഴേ തുടങ്ങിയാൽ തീർച്ചയായും നിങ്ങൾക്ക് നോക്കൂ, ഇപ്പോൾ 4-ാം മാസമായതേ ഉള്ളൂ, 5-ാം മാസത്തിൽ റിസൾട്ട് അറിയുന്നു, 6-ാം മാസത്തിൽ ഫിസിക്കൽ നടക്കുന്നു. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും 2 മാസത്തിൽ കൂടുതൽ സമയം കിട്ടും, നല്ല രീതിയിൽ തയ്യാറെടുക്കാം, തീർച്ചയായും വിജയിക്കാൻ പറ്റും. അതല്ല റിസൾട്ട് വന്നതിന് ശേഷമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കൂടുതൽ തയ്യാറെടുക്കാനുള്ള സമയം കിട്ടില്ല, അപ്പോൾ വിജയിക്കാനുള്ള സാധ്യതയും കുറവായിരിക്കും. തീർച്ചയായിട്ടും ഇരിട്ടിയെയും KRTCയും ഫിസിക്കൽ ട്രെയിനറുകൾ അതിനെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. താല്പര്യമുള്ള ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാം. നമ്മളെ വാട്സാപ്പ് നമ്പറായ 944470000161 എന്ന നമ്പറിൽ നിങ്ങൾ സന്ദേശങ്ങൾ അയച്ചാൽ തീർച്ചയായിട്ടും അത് സംബന്ധിച്ചിട്ടുള്ള നമ്മൾക്കറിയാവുന്ന എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് കൃത്യമായി നൽകുന്നതായിരിക്കും. നിങ്ങൾ ഇവിടെ വന്നാലോ മറ്റെവിടെ പഠിച്ചാലോ സ്വയം ചെയ്താലോ ആത്മാർത്ഥമായി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇന്ത്യയുടെ ഭാവി നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായി വെക്കണം എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു, നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.